ഹായ് ഫ്രണ്ട്സ്, iStudio ഓൺലൈനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പുതിയതായി DSLR മേടിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ആക്ച്വലി 3 DSLR ക്യാമറ വാങ്ങി. അതായത് ഒരു എൻട്രി ലെവൽ, അതായത് എൻ്റെ ഫസ്റ്റ് ക്യാമറ ഒരു Canon 600D, അത് കഴിഞ്ഞിട്ട് ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ, അതായത് 60D, പിന്നെ വാങ്ങിയത് 5D Mark III പ്രൊഫഷണൽ ക്യാമറ. അപ്പോൾ ഇത് മൂന്നും വാങ്ങിച്ചതിൻ്റെ അനുഭവത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായി പറയുന്നത് Canon, Nikon, ഇതിലേതാണ് നല്ലത് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് ആൻസർ പറയുന്നില്ല. മെയിൻലി അതിനുള്ള ഒരു ആൻസർ ഇതുവരെ, ഒരു ഫൈനൽ ആൻസർ ഇതുവരെ ആർക്കും നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ Canon യൂസർ ആയതുകൊണ്ട് മെയിനായിട്ടും Canon ക്യാമറകളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ Canon ആയാലും Nikon ആയാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എൻട്രി ലെവൽ ക്യാമറ മേടിച്ചാൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു സെമി പ്രൊഫഷണൽ ക്യാമറ മേടിച്ചാൽ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു 600D നിങ്ങൾ വാങ്ങിയാൽ, അതായത് എൻട്രി ലെവൽ ക്യാമറ വാങ്ങിയാൽ, അതിൻ്റെ ക്യാമറ ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി ഒരു 60D വെച്ച് നോക്കിയാലോ 5D Mark III വെച്ച് നോക്കിയാലോ വളരെ വ്യത്യാസമായിരിക്കും. അപ്പം ഒരു 600D മെയിൻലി ഒരു പ്ലാസ്റ്റിക് ബോഡി കൺസ്ട്രക്ഷനാണ് ക്യാമറയ്ക്ക്. അപ്പം 60D മേടിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കും 60D ആണെങ്കിൽ. അതുപോലെ തന്നെ 5D മേടിച്ചാൽ മഗ്നീസിയം അലോയ് ബോഡിയാണ് അതിൻ്റെ. അപ്പോൾ ബോഡിയിൽ നല്ല വ്യത്യാസമുണ്ട് ഒരു 5Dയും ഒരു എൻട്രി ലെവൽ ക്യാമറയുമായിട്ട്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള കുറച്ച് ഡിഫറൻസാണ്, അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. മെയിനായിട്ട്, അതായത് ഒരു ബിഗിനർ ലെവലിലുള്ള, ആദ്യമായിട്ടൊരു DSLR മേടിക്കുന്ന ആൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പം ഫസ്റ്റ് നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങളുടെ ആവശ്യം, എന്താവശ്യത്തിനാണ് DSLR മേടിക്കുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വീട്ടിലെ ഫങ്ഷനോ കാര്യങ്ങളും കവർ ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആണെങ്കിൽ ഒരു എൻട്രി ലെവൽ DSLRൻ്റെ ആവശ്യമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് Canonൻ്റെ ഒരു പവർ ഷോട്ട് ക്യാമറ ആദ്യം മേടിച്ചാൽ അതിൽ മാനുവൽ ഷൂട്ടിംഗ് മോഡുണ്ട്. ആ മാനുവൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആ ക്യാമറയിൽ പഠിക്കാം. മാനുവൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു നല്ലൊരു ക്യാമറ, നല്ലൊരു DSLR മേടിച്ചാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എനിക്ക് തന്നെ 600Dയിൽ നിന്ന് 5D Mark IIIലേക്കുള്ള ആ ഒരു വ്യത്യാസം, നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം മാനുവൽ ഫങ്ഷൻസ് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ പറയുന്ന മെയിൻ ഒരു 6 കാര്യങ്ങളാണ് ഒരു എൻട്രി ലെവൽ ക്യാമറയും ഒരു പ്രൊഫഷണൽ ലെവൽ ക്യാമറയും തമ്മിലുള്ള ഞാൻ കാണുന്ന മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇനിയും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അതായത് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ്. ഒന്നാമത്തത് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ ക്യാമറയിൽ, അതായത് 600Dയിൽ 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ ഈ 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ മിഡിൽ ഓട്ടോ ഫോക്കസ് പോയിൻ്റ് മാത്രമായിരിക്കും ഒരു ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് പോയിൻ്റ്. അപ്പം ഈ ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് പോയിൻ്റ് അല്ലാതുള്ള ഓട്ടോ ഫോക്കസ് പോയിൻറ്റിനെക്കാട്ടും പെട്ടെന്ന് ഫോക്കസ് പിടിച്ചെടുക്കും. പിന്നെ നിങ്ങൾ ഒരു എൻട്രി ലെവൽ ക്യാമറയല്ല, ഒരു 60Dയോ 70Dയോ ആണ് മേടിക്കുന്നതെങ്കിൽ 60D, ഞാൻ യൂസ് ചെയ്തിരുന്നത് 60D ആണ്. 60Dയിൽ 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണുള്ളത്. അത് 9 എണ്ണവും ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ്. സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. Canon ഇപ്പം 60D ഇറക്കുന്നില്ല, ഇപ്പോൾ ഉള്ളത് 70D ആണ്. 70Dയിൽ 19 ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ നമ്മൾ ടോപ്പ് ലെവൽ ക്യാമറ 5D Mark IIIലോട്ടൊക്കെ പോയാൽ 61 ഫോക്കസ് പോയിൻ്റ് ഉണ്ട്. അതിൽ 41 എണ്ണം ക്രോസ് ടൈപ്പാണ്. അപ്പോൾ എത്ര ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിൻറ്റ്സ് കൂടുതലുണ്ടോ അത്രയും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്.
പിന്നെ രണ്ടാമതുള്ള കാര്യം ISO ആണ്. അതായത് 600Dയുടെ ISO റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 to 6400 ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഒരു ഗ്രെയിൻസ് ഇരുട്ടിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രെയിൻസ് പോലെ കാണുമല്ലോ, നമ്മളതിന് നോയ്സ് എന്നാണ് പറയുന്നത്. അപ്പം 600Dയിലാണ് കുറച്ചൊരു ഇരുണ്ട ഒരു സ്ഥലത്ത് ഫ്ലാഷ് ഇല്ലാതെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ISO നിങ്ങൾ 6400 ഇട്ടാൽ നല്ല ഗ്രെയിൻസ് ആയിരിക്കും. ഗ്രെയിൻസ് മീൻസ് നോയ്സ്, നല്ല നോയ്സാണ്, കുത്തുകുത്തു പോലെ കാണാൻ കഴിയും. അതുപോലെ നമുക്ക് അങ്ങനെ ഒരു നോയ്സ് ഇല്ലാതെ 600Dയിൽ ഒരു ISO 400 ഒക്കെ വരെ നോയ്സ് ഇല്ലാതെ, ഫ്ലാഷ് ഇല്ലാതെ ഈ ക്യാമറ യൂസ് ചെയ്യാം. അപ്പം നമ്മളൊരു 60D ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മുമ്പോട്ട് പോകും. അതായത് ഒരു 800 ISO വരെ ഫ്ലാഷ് ഇല്ലാതെ തന്നെ നല്ല ക്ലാരിറ്റിയിൽ പിക്ചേഴ്സ് കിട്ടും. അപ്പം അതിൻ്റെ മുകളിലോട്ട് 1600 ഒക്കെ 60Dയിൽ പോയാൽ കുറച്ച് നോയ്സ് കാണാൻ പറ്റും. 5D ആണെങ്കിൽ ഞാൻ എൻ്റെ യൂസ് അനുസരിച്ച് ഞാനൊരു 6000 ISO വരെ നല്ല ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് കിട്ടും, ഗ്രെയിൻസ് ഇല്ലാതെ. അപ്പം ഇതും ഒരു വലിയ ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നുന്നു 5D Mark IIIയുടെ നല്ലൊരു ഫീച്ചർ അതിൻ്റെ ISO റേഞ്ചാണ്. ഇപ്പം ഒരു 6000 ISO ഇട്ടാലും നിങ്ങൾക്ക് ഫ്ലാഷ് ഇല്ലാതെ തന്നെ ഒരു പള്ളിക്കകത്തോ അങ്ങനെ കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഫ്ലാഷ് ഇല്ലാതെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് കിട്ടും. അപ്പം എൻട്രി ലെവൽ ക്യാമറയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നന്നായിരിക്കും. എൻട്രി ലെവൽ ക്യാമറയിൽ തന്നെ നല്ല ക്ലാരിറ്റി പിക്ചേഴ്സ് നമുക്ക് എടുക്കാം, നന്നായിട്ട് എക്സ്റ്റേണൽ ഫ്ലാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഇമേജ് ഫോർമാറ്റ്, അതായത് ക്യാമറ നോർമലി നമ്മൾ JPEG ഫോർമാറ്റിലാണ് എല്ലാവരും സാധാരണ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് എല്ലാം. അപ്പോൾ നമ്മൾ DSLRലേക്ക് കയറുമ്പോഴത്തേക്കാണ് റോ ഫോർമാറ്റിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. അപ്പം ഈ റോ ഫോർമാറ്റ് ഫയൽസ് നല്ല സൈസുള്ള ഫയൽസാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിംഗ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും റോ ഫോർമാറ്റ് ഫയൽസ് ആണെങ്കിൽ. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ 600Dയിലാണെങ്കിൽ റോ ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 60Dയോ 5D Mark IIIയോ ആണെങ്കിൽ റോ ഫോർമാറ്റ് തന്നെ മീഡിയം, സ്മോൾ, അങ്ങനെ മീഡിയം, സ്മോൾ, ലാർജ്, അങ്ങനെ 3 തരത്തിലുള്ള റോ ഫോർമാറ്റ്സ് ഉണ്ട്. പിന്നെ അടുത്തത് നാലാമത്തെ ഒരു മെയിൻ കാര്യം പ്രൊസസ്സറിലുള്ള വ്യത്യാസമാണ്. കനോണിനാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റ് 6 ആണെന്ന് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സർ. അപ്പോൾ കനോണിൻ്റെ പുതിയ ക്യാമറകളിലെല്ലാം ഡിജിറ്റ് 6 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു എൻട്രി ലെവൽ ക്യാമറയാണെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ സെൻസർ തന്നെയായിരിക്കും കനോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 600Dയിലുണ്ടായിരുന്നത് ഡിജിറ്റ് 4 എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. അത് കഴിഞ്ഞ് 70D 5D Mark III എല്ലാം ഡിജിറ്റ് 5ലാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് ഡിജിറ്റ് 6 ആണ് ഇപ്പോഴത്തെ കനോണിൻ്റെ മെയിൻ പ്രൊസസ്സറെന്ന് തോന്നുന്നു. അത് ഷുവറല്ല, ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് സെൻസർ ടൈപ്സ്. ഈ 600Dയും 60Dയും APS-C ക്യാമറകളാണ്. അതായത് അതിൻ്റെ സെൻസറിൻ്റെ വലിപ്പം 5D Mark III അപേക്ഷിച്ച് കുറവായിരിക്കും. അതായത് ഒരു 60% വലിപ്പം കൂടുതലാണ് 5D Mark III പോലുള്ള ഫുൾ ഫ്രെയിം ക്യാമറകളുടെ സെൻസറിന്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഫോട്ടോയിൽ അതിൻ്റേതായ വ്യത്യാസം കാണും. ഹൈ ഡൈനാമിക് റേഞ്ചിൽ നല്ല വ്യത്യാസം വരും. ഫോട്ടോസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും 5D Mark III അങ്ങനെയുള്ള ഫുൾ ഫ്രെയിം ക്യാമറകളിലെടുത്താൽ 6D. അടുത്തത് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ്. ഇത് മെയിനായിട്ട് നിങ്ങൾ സ്പോർട്സ് ഷൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ 600D ഒക്കെ വെച്ച് ഓക്കെ, ഈ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് എന്താണെന്ന് ഞാൻ പറയാം. 600Dയിലുള്ള കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് 3.7 ആണ്. അതുപോലെ 70Dക്ക് 7, 5D Mark IIIക്ക് 6. 5D Mark III കുറച്ച് പഴയ ക്യാമറയാണ്, അപ്പോൾ അതിൽ 6 ആണ് അതിൻ്റെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ്. അപ്പം മെയിനായിട്ട് സ്പോർട്സ് ഫോട്ടോഗ്രാഫേഴ്സ് ഒരു സിംഗിൾ ക്ലിക്കിൽ ഒറ്റ ഫോട്ടോ അല്ല എടുക്കുന്നത്. സ്പോർട്സ് ഈവൻറ്റ്സ് നടക്കുമ്പോൾ കാർ റേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഒരു സിംഗിൾ ക്ലിക്കിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ ജസ്റ്റ് ഷട്ടർ പ്രസ് ചെയ്താൽ എന്നുള്ള സൗണ്ടിൽ നല്ല ഫാസ്റ്റായിട്ട് ഒത്തിരി ഫോട്ടോസ് ഒറ്റ ക്ലിക്കിന് എടുക്കും.
അങ്ങനെയാണ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നല്ല കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡുള്ള ക്യാമറയാണ് വേണ്ടത് ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ. അപ്പം APS-C സെൻസറുള്ള നല്ല കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡുള്ള ഇപ്പോൾ ഉള്ള ഒരേ ഒരു ക്യാമറ 7D Mark II ആണ്. Mark 1 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 7D Mark II 10 ആണ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ്. അതായത് 10 ഫ്രെയിംസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 10 ഫോട്ടോ എടുക്കും. കനോണിൻ്റെ ഏറ്റവും ടോപ്പ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് ഉള്ളത് കനോണിൻ്റെ 1DX Mark II എന്ന് പറയുന്ന ക്യാമറയിലാണ്. ഇത് കനോണിൻ്റെ ടോപ്പ് മോഡലാണ്, നല്ല വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പ്രൊഫഷണലായിട്ട് സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 7Dയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതും നല്ല വിലയുള്ളൊരു ക്യാമറയാണ്. ഏകദേശം 2 ലക്ഷം രൂപ ആണെന്ന് തോന്നുന്നു 7Dയുടെ വില. അതൊരു ഫുൾ ഫ്രെയിം ക്യാമറയല്ല, APS-C ക്യാമറയാണ്. പക്ഷേ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ യൂസ്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്ക് ചാടാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹോബിയാണോ, അതോ അല്ലെങ്കിൽ ജസ്റ്റ് ഫാമിലി ഈവൻറ്റ്സ് കവർ ചെയ്യാനാണോ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രം ഒരു ക്യാമറ മേടിക്കുക. പിന്നെ ബിൽഡ് ക്വാളിറ്റി വെച്ചാണെങ്കിൽ 5D പോലുള്ള ക്യാമറകൾ മേടിച്ചാൽ 1-2 പ്രാവശ്യം താഴെ വീണാലോ ഒന്നും പ്രശ്നം കാണില്ല. എന്നാലും ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അത് 5D ആണെങ്കിലും 600D ആണെങ്കിലും സെൻസറിൻ്റെ പുറകിൽ ഫംഗസ് വന്നാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് വാറണ്ടി കവറേജ് പോലും ഉണ്ടായിരിക്കത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കാനോൺ, ഓക്കെ, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ താങ്ക് യു, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ വീക്ക്ലി 1-2 അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.